അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചു. ആ ഉമ്മ സങ്കടത്തോട് കൂടി പറഞ്ഞൊരു കാര്യം, അവരുടെ മകള് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, ഇറങ്ങി പോകാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ആ മകളെയും കൊണ്ട് അവർ വിദേശത്തേക്ക് കടന്നു. ഇപ്പോൾ തൽക്കാലം അവർ താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മകളെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി 18 അടവും ആ ഉമ്മയും കുടുംബവും ഒക്കെ പ്രയോഗിക്കുന്നുണ്ട്. ആ ഉമ്മ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുന്നുണ്ട്? ഇപ്പോൾ ഈ ഉമ്മ എവിടുന്നോ കേട്ടിട്ടുണ്ട്, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയാൽ ഒരു 8 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അങ്ങനെ എൻ്റെ മകൾ അങ്ങനെ കൊണ്ടുപോയാൽ പൈസക്ക് വേണ്ടിയിട്ടാണോ അതോ ശരിക്കും പ്രണയമാണോ? ആ ഉമ്മയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരം കേസുകൾ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. ഉമ്മയുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നിരവധി ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഒരു യുവതി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അവരിങ്ങനെ അന്യമതത്തിൽപ്പെട്ട ഒരാളെ കൂടെ പോയ ഒരാളാണ്, പക്ഷെ ഞാൻ മതമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അവർക്കൊരു സംശയം, അന്ന് പല ഉസ്താദുമാരെ വയലുകളിൽ നോക്കി ഇതിൽ വ്യഭിചാരമാണ് ചെയ്യുന്നത് എന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം അവർ മതം മാറാതെ മതപരമായ നിക്കാഹ് കഴിക്കാതെ ഒരാളെ കൂടെ കഴിയണം. അതിനിപ്പോൾ ഇനി സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളെ കൂടെയാണ് നിക്കാഹ് കഴിക്കാതെ കഴിയുന്നതെങ്കിലും അതിൻ്റെ പേരും എന്തുതന്നെയാണ്, സിന തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഉസ്താദുമാരോട് ചോദിച്ചാൽ മതം വളരെ കാർക്കശ്യമായിട്ട് മാത്രമേ സംസാരിക്കൂ. അങ്ങനെയാണ് എൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇനി അറിയേണ്ടത്, ഇവർ വർഷങ്ങൾക്ക് മുൻപ് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ കൂടെ പോയി, അയാളെ മതമായിട്ട് ജീവിക്കുന്നു, ഈ പെണ്ണിൻ്റെ മതമായിട്ട് ജീവിക്കുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്. ആ വീട്ടുകാർ, ഇവരുടെ വീട്ടുകാർ ആദ്യം ഇവരെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതാണ്. ഒരിക്കൽ പോലും ഒരു മരിച്ച മകളുടെ സ്ഥാനത്താണ് അവരെ ചേർത്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ മകള് ഉമ്മാക്ക് വിളിക്കുകയും ഉമ്മാനെ കാണുകയും ഉമ്മാക്ക് പെരുന്നാൾക്കും അതേപോലെ ഓണത്തിനും വിഷുവിനൊക്കെ ഡ്രസ്സും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക്, ഈ ഒരു സ്ത്രീക്ക്, യുവതിക്ക് അറിയേണ്ടിയിരുന്നത്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ മതപരമായിട്ടുള്ള നിക്കാഹ് കഴിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെ പേര് സിന എന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയങ്ങളുമില്ല. നിങ്ങൾക്ക് സിന ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്നതിൽ കുറ്റബോധം ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരാൾക്ക് നമ്മുടെ രാജ്യത്ത് അവനവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാനും മതം ഉപേക്ഷിച്ച് ജീവിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. നിങ്ങൾക്ക് ഈ ഒരു മതത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ മതനിയമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഇനി നിങ്ങൾ ആ മതത്തിൽ നിന്നുകൊണ്ട് മതനിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അതിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മതത്തിൽ സ്വാതന്ത്ര്യമില്ല. പല പെൺകുട്ടികളെയും ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത്തരത്തിൽ അന്യമത ആളുകളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ മതം മാറുന്നില്ലല്ലോ, പിന്നെന്താണ് പ്രശ്നം എന്നുള്ളത്. ആദ്യം നമ്മൾ അറിയേണ്ടത്, ഇസ്ലാം എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞത് ഒരു വിവാഹത്തിൽ കാണിക്കേണ്ടതോ അല്ലെങ്കിൽ നോമ്പ് ഇറക്കുമ്പോൾ കാണിക്കേണ്ടത് മാത്രമല്ല, സമഗ്രമായി ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു പ്രക്രിയയുടെ പേരാണെന്ത്? ഇസ്ലാം എന്നുള്ളത്. ഇതിങ്ങനെ വരാനുള്ളൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം KT ജലീൽ MLA ഒരു പ്രസംഗിക്കുകയുണ്ടായി. മുസ്ലിങ്ങൾ മതവിദ്യാഭ്യാസം നേടിയിട്ടും മറ്റൊരു മതക്കാരും ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്നില്ല, എന്നിട്ടും എല്ലാ ക്രൈമിലും മുസ്ലിങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് പുനഃപരിശോധന നടത്തേണ്ടതാണെന്നുള്ളത്. കാരണം ഒരു ഹിന്ദുവും ഹിന്ദുമതം പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗുരുകുലത്തിലോ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം നേടുന്നില്ല. ക്രിസ്ത്യാനികളും അങ്ങനെ വല്ല സൺഡേ സ്കൂളുകളിൽ മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ മുസ്ലിങ്ങൾ പ്രോപ്പറായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ 5 വയസ്സാകുമ്പോൾ തന്നെ 1ാം ക്ലാസ്, ഒരു 7ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ വേണ്ട ഒരു മിനിമം 5ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾ 5 വർഷം പോകുന്നുണ്ട്. ഈ 5 വർഷം മതം പഠിച്ചിട്ടും നമ്മൾ ഈ കുറ്റകൃത്യങ്ങളെ, ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും ഒക്കെ ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് എന്നാണ് KT ജലീൽ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പെൺകുട്ടികൾ ഈ രീതിയിൽ പോകുന്നത്? ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടികൾ പോകുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടത്തുക. ഒരു ആണ് ഇതുപോലെ സ്വന്തം മതം മാറാതെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എനിക്കറിയാവുന്ന ഒരു ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഒരു യൂട്യൂബ് ചാനലുകാരുണ്ട്. ആ യൂട്യൂബുകാരൻ ഒരു മുസ്ലിമാണ്, അയാളുടെ ഭാര്യ ഒരു ഹിന്ദുവാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്. ഇയാളുടെ വീഡിയോ സാധാരണ നോക്കുമ്പോൾ ആ വീഡിയോക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുക്കുന്ന മുസ്ലിംസാണ്, ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ കാര്യം? അവിടെ ആണാണ് മുസ്ലിം, ഇയാൾ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു സ്ത്രീയെയാണ്. അവരുടെ ആ യൂട്യൂബിന് റമദാനിക്കും റമദാൻ്റെ ഗുണങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യണം. പക്ഷെ അവർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല കപ്പിൾസാണ്, അങ്ങനെയാണ്. ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കും അവർക്ക് നേരില്ല. അവരവരെ പ്രണയത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും അവർക്ക് യാതൊരു പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരുന്നില്ല. കാരണം അവിടെ ആണാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വേറൊരു മതത്തിൽപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചില്ല. അപ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര ഒരു പ്രത്യേക പരിഗണന. ഇനി ഇതേ സ്ഥാനത്ത്, ആ യൂട്യൂബിൻ്റെ സ്ഥാനത്ത് ഒരു മുസ്ലിം പെണ്ണ് ഇതുപോലെ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു യൂട്യൂബ് തുടങ്ങിയൊക്കെ ആ സ്ത്രീക്ക് ഏൽക്കേണ്ടി വരുന്ന സൈബർ അറ്റാക്കുകൾ വളരെ വലുതായിരിക്കും. ഇതൊരു ഭയങ്കര വിരോധാഭാസമാണ്. ഇതിപ്പോൾ നേരിൽ കണ്ട് ഞാൻ ആ ചാനലിൽ ഇങ്ങനെ ചാനൽ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണുന്നൊരു കാഴ്ച, നമ്മൾ അത് ആണാവട്ടെ പെണ്ണാവട്ടെ സ്വന്തം മതം മാറുന്നില്ല എന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള വിവാഹം നിയമപരമാണെന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ആളുകൾ വളർന്നു വരിക. ഇതിന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാരണം, നമ്മൾ എത്ര മതവിദ്യാഭ്യാസം നേടിയിട്ടും ഈ മതം എന്നുള്ളൊരു സാധനം നമ്മുടെ സിരകളിലേക്കോ നമ്മുടെ
നമ്മുടെ ചിന്തകളിലേക്കോ കയറുന്നില്ല. അത് വെറും അനുഷ്ഠാനങ്ങൾ മാത്രമായിട്ടേ കയറുന്നുള്ളൂ. ഇപ്പോൾ ഒരു മദ്രസ 5ാം ക്ലാസ് വരെ പഠിച്ചാൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പഠിച്ചാൽ പഠിക്കുന്നൊരു കുട്ടികളൊരു പക്ഷേ നിസ്കാരത്തിൻ്റെ ഷർത്ത് ഫർദ് ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ ചോദിച്ചാൽ ആദ്യത്തെ നബിയാണ് ആദം നബി അലൈഹി സ്വലാം ഇതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ആ കുട്ടി നിങ്ങളൊരു മദ്രസ പഠനം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിയുക, അതായത് ഒരു 5ാം ക്ലാസ് പഠിച്ചൊരു കുട്ടീനെ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ചോദിച്ചു നോക്കുക, അതായത് 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഒരു +2 കഴിയുമ്പോഴേക്കും ഈ കുട്ടിക്ക് മതപരമായ അനുഷ്ഠാനങ്ങൾ നിരന്തരം ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും അറിയില്ല. മതപരമായ മൂല്യങ്ങൾ ആ ലൈഫിലില്ല. ആ വീട്ടിലുള്ള മൂല്യങ്ങൾ എന്താണോ അതുമാത്രം ഉണ്ടാവുന്നുള്ളൂ. അതായത് മദ്രസ പഠനം നമ്മൾ സത്യത്തിൽ കാലികമായിട്ട് ഒരു മാറ്റത്തിന് വിധേയമാക്കണം. അഡൽട്ട് മദ്രസകൾ ഉണ്ടാക്കണം. അഡൽട്ട് മദ്രസകൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ പക്വതയുള്ള ആളുകൾക്കുള്ള ഓൺലൈൻ മദ്രസകൾക്ക് നമ്മൾ സജീവമായിട്ട് ആ രംഗത്തേക്ക് മദ്രസയുടെ ബോർഡും മറ്റു കാര്യങ്ങളും കൊണ്ടുവരണം. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മദ്രസയിൽ പോയിട്ട് ബുദ്ധിമുട്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂൾ ടൈമൊക്കെ പ്രശ്നമാവും. ആ രീതിയൊക്കെയാണ് പലപ്പോഴും മദ്രസകളെ ആളുകൾ ഉപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മദ്രസയിലുള്ള പല പല പ്രശ്നങ്ങൾ, ടൈം ശരിയാവണില്ല, ട്യൂഷൻ്റെ കാര്യം പോകാനുണ്ട്, ട്യൂഷൻ്റെ പേര് പറഞ്ഞ് ചീത്ത പറയുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരമാണ് ഒരു അരമണിക്കൂർ നേരം ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ഓൺലൈൻ മദ്രസ പ്രോപ്പറായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു പരിഹാരമാണ്. ഇത് ശരിക്കൊരു മതബോധം ആളുകൾക്കുള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം, എന്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി ഇങ്ങനെ മതം മാറാതെ നിങ്ങളൊരാളെ വിവാഹം കഴിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് പൂർണ്ണമായിട്ടും സിനായാണ്. സിന എന്ന് പറയുന്ന ഒരു സാധനം വൻപാപങ്ങൾ പെട്ടതായി നിരന്തരം ചെയ്യുന്നൊരു ഇത് പറയുന്നത് നമുക്ക് മതപരമായിട്ടുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പല പെൺകുട്ടികൾക്കും ഇതൊരു പ്രശ്നമല്ല, ആൺകുട്ടികൾക്കും ഇതൊരു പ്രശ്നമല്ല. അതിപ്പോൾ എന്താണ്, ഞങ്ങൾ മതം മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പുരോഗമനത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണാം. എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഉമ്മയുടെ കേസിനില്ല. ആ ഉമ്മ തന്നെ പാവം, അവരുടെ മകള് നിക്കാഹൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഇൻസ്റ്റയിൽ നിന്ന് കണ്ട ഒരാളെ പ്രണയിച്ചിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ കൂടെ ഇറങ്ങി പോകാൻ ശ്രമിച്ചത്. പക്ഷേ ഭാഗ്യവശാൽ അത് അറിഞ്ഞു മനസ്സിലാക്കി തൽക്കാലം അവർ വിദേശത്തേക്ക് അവർ സെറ്റിലായിട്ട് പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. മഹലിൽ നിന്ന് എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മതം മാറി പോകുന്നുണ്ട്. ഒരു മഹലിൻ്റെ കയ്യിലും കണക്കില്ല. ആരെങ്കിലും ഈ കണക്ക് പറയുമ്പോൾ അവനെ വർഗീയവാദിയാക്കിയിട്ട് കാര്യമില്ല. ഓരോ മഹല്ലുകാരും ചെയ്യുന്ന ഒരു സർവേ നടത്തുക. ആ സർവേ നടത്തിയിട്ട് തങ്ങളുടെ മഹല്ലിൽ ഇത്തരത്തിൽ മതം മാറാതെ മറ്റു മതക്കാരെ കല്യാണം കഴിച്ചവരുടെ കണക്ക്, അല്ലെങ്കിൽ ഇതുപോലെ മതം മാറിയിട്ട് മറ്റു മതങ്ങളിലേക്ക് പോയിട്ടുള്ള വിവാഹത്തിന് വേണ്ടി പോയത് കാര്യം പറഞ്ഞു കേട്ടോ. അങ്ങനെ കല്യാണം കഴിച്ച ആളുകൾ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ട് PC ജോർജ് എന്തെങ്കിലും പറയുമ്പോൾ അയാൾ വർഗീയവാദിയാക്കാൻ ശ്രമിക്കാതെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ മഹലിൽ നിന്ന്, നമ്മുടെ ആളുകളിൽ നിന്ന് എത്ര പേർ അത്രയും പോയിട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ചിട്ട് കൃത്യമായിട്ടൊരു അവബോധം മഹലിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ ഏത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ കുറേ മദ്രസയിൽ പഠിച്ചു എന്ന് കരുതിയിട്ട് വലിയ മതപരമായിട്ട് അറിവുള്ള കുട്ടിയോ അല്ലെങ്കിൽ മതപരമായുള്ള മൂല്യങ്ങൾ സാംശീകരിച്ച ഒരാളാണെന്നുള്ളത് സങ്കല്പം ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് കിട്ടേണ്ട അറിവ് പോലും മദ്രസയിൽ നിന്ന് തൽക്കാലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി കിട്ടുന്ന സമയത്ത് പിന്നെ ലൈഫിൽ ഇല്ലാതെ. അപ്പോൾ ആ ലൈഫിൽ ഉണ്ടാവുന്ന രീതിയിൽ വേണമെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇൻസ്റ്റയിലും മറ്റതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആ ഇൻസ്റ്റയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെ ഇത്തരത്തിലൊരു ഓൺലൈൻ അഡൽട്ട് മദ്രസയിലേക്ക് മാറിക്കഴിഞ്ഞാലോ അത് എന്തുമാത്രം ആശ്വാസമാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മൂല്യങ്ങളും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതെന്താണെന്ന് ചോദിച്ചാൽ യാതൊരു വിധത്തിലും മത താല്പര്യമില്ലാത്തൊരു സമൂഹം വളർന്നു വരികയാണ്. അത് നാളെ നമ്മുടെ മക്കളാണെങ്കിൽ ഈ അടുത്ത് ഇതുപോലെ പല കേസുകൾ ഉണ്ടായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കണ്ണൂർ ഭാഗത്ത്. ആ വീഡിയോ അവർ എന്താ പറയുക സ്ട്രൈക്ക് അടിച്ച് പൂട്ടിച്ചു. ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. കാരണം ആ വീഡിയോ പറയുമ്പോൾ പലർക്കും പൊള്ളും, ഞങ്ങളുടെ കാര്യം എന്തിനാ ഞങ്ങൾ പറയണം. അതുകൊണ്ട് ഇത് പറയേണ്ടി വരും. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മക്കൾക്ക് മതപരമായ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങൾ കോളേജിൽ പോകുന്ന പ്രണയിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിവാഹ ബന്ധത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രണയങ്ങളിലേക്ക് കടക്കാതിരിക്കുക. സൗഹൃദങ്ങളായിട്ട് കാണാം. ഇത് മക്കൾക്ക് കൃത്യമായുള്ളൊരു ഉപദേശം ഉമ്മമാർ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ മക്കളുടെ ആക്കിപത്തിൽ നമ്മൾ ഭയക്കേണ്ടുന്നൊരു സമയമാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇസ്ലാമിൽ ആദ്യം നടന്ന ഒരു പ്രധാന യുദ്ധമാണ് ബദർ യുദ്ധം. 313ഓളം സഹാബികളാണ് അതിൽ പങ്കെടുത്തെന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളാണ്ട് വരാൻ പോവുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ആ യുദ്ധം കടന്നു വന്നത്. യുദ്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നടന്നൊരു യുദ്ധമല്ല, ഒരു സൈനിക മുന്നേറ്റം പോലും ആയിരുന്നില്ല. അത് കച്ചവടത്തിൻ്റെ ഷെയർ ചോദിക്കാൻ വേണ്ടി വന്നൊരു സംഘം പിന്നീട് യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടതാണ്. എന്തായാലും വളരെ കുറഞ്ഞൊരു സംഘം, ഒരു 950ഓളം വരുന്ന ഒരു കൂട്ടർ വളരെ സായുധ സജ്ജരായ ഒരു വിഭാഗത്തോട് പോരാടിയ പോരാട്ടമാണ് ഈ ഒരു ബദർ യുദ്ധം എന്നുള്ളത്. ആ ബദരീങ്ങളിൽപ്പെട്ട 2 ആളുകൾ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും അവരുടെ മക്ബറ നമ്മുടെ നാട്ടിലുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, എന്നാണ് ബദരീങ്ങളുടെ ആണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു അടുത്ത ആഴ്ചയാണ്, നെക്സ്റ്റ് വീക്കിൽ നിന്ന് ആരംഭിക്കണം. അപ്പോൾ ഏത് ദിവസമാണ് ആ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനാരും റമദാൻ 17 എന്ന് പറയേണ്ട, ഏതാണ് ആ ദിവസം എന്നുള്ളതാണ് പറയേണ്ടത്. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ ആ ഒരു ചരിത്രങ്ങളും അവരുടെ സവിശേഷതകളും ഇതൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയും വേണം. പരമാവധി അവരുടെ പേരിൽ നമ്മൾ ഫവാത്തിഹകൾ ഓതുക. അതാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം. അതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.